ഇപ്പോൾ CPO വനിതാ ബറ്റാലിയൻ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. തത്സമയത്തിലേക്ക്. CPO വനിതാ ബറ്റാലിയൻ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സൂചകമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ കുത്തിയിരിക്കുകയാണ്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, CPO വനിതാ ബറ്റാലിയൻ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ ഉപ്പുകല്ലിൽ അവർ മുട്ടുകുത്തി നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ന് മുട്ടിലിഴഞ്ഞുകൊണ്ടും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങൾ. രോഹിണി, കേരള സംസ്ഥാനത്തെ പോലീസ് സേനയിലേക്ക് ജോലി എന്ന സ്വപ്നവുമായി എത്തിയ വനിതാ പോലീസ് ബറ്റാലിയനിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിൽ മുട്ടിലഴിഞ്ഞു പ്രതിഷേധിച്ചതിനു ശേഷം മുദ്രാവാക്യം വിളിക്കുകയും തളർന്നിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 967 ഉദ്യോഗാർത്ഥികളിൽ 259 പേർക്ക് മാത്രമാണ് ഈ ലിസ്റ്റിൽ നിയമനം ലഭിച്ചിട്ടുള്ളത് എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ഇനി 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം തൊഴിൽ ലഭിച്ച ഒരു നിയമനത്തിൽ ഏകദേശം ഇനി ഒരു മാസത്തിന്, അതായത് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിൻ്റെ അല്ലെങ്കിൽ ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാനുള്ളത് എന്നതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അതുകൊണ്ട് ആ നിയമനത്തിൻ്റെ ആവശ്യം മുൻനിർത്തി അവർക്ക് അവസരം കൊടുക്കണം എന്നതാണ് ഈ സമരം ചെയ്യുന്ന പെൺകുട്ടികളുടെ, ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രധാനമായി ആവശ്യം. അതിൽ ഉയർന്ന കട്ട് ഓഫും ശാരീരിക ക്ഷമത പരീക്ഷയും അടക്കം പൂർത്തിയാക്കിയ ലിസ്റ്റിൽ പ്രവേശിച്ച ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 19 അവസാനിക്കുക. അതായത് ഈ മാസം 19 തീയതിയാണ് ഇവരുടെ കാലാവധി അവസാനിക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ മുട്ടിലിഴഞ്ഞ് അതിൻ്റെ ഭാഗമായി മുറിവേറ്റ ഉദ്യോഗാർത്ഥികൾ പോലും ഉദ്യോഗാർത്ഥികൾ അവർക്ക് മരുന്ന് നൽകുന്ന അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോയാൽ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ലിസ്റ്റ് 19 തീയതി അവസാനിക്കുകയാണ്. നിങ്ങൾ കല്ലുലുപ്പിൽ നിന്ന് സമരം ചെയ്തു, ഇപ്പോൾ മുട്ടിലഴിഞ്ഞ് സമരം ചെയ്യുകയാണ്. അടുത്ത് ഈ സമരം ഇങ്ങനെ കൊണ്ടുപോകാനാണോ തീരുമാനം? അതെ, അടുത്ത സമരം ഇങ്ങനെ തന്നെ കൊണ്ടുപോകും, ശക്തമായി കൊണ്ടുപോകും. സമരം ഇനി ശക്തമായി കൊണ്ടുപോകും. ഞങ്ങൾ ലിസ്റ്റ് ഏപ്രിൽ 19 അവസാനിക്കും. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ വർക്കിംഗ് ഡേയ്സ് കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിനി. ഈ സമരം നിങ്ങൾ ആരും ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. വിളിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആർക്കെങ്കിലും പരാതി കൊടുക്കുകയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ PSC ചെയർമാനെ ആരെങ്കിലും കാണുകയോ പരാതി പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പരാതി പറഞ്ഞിട്ട് നിവേദനമൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്കിനി വേറെ ഒന്നുമില്ല. 19 ഞാൻ ലിസ്റ്റ് തീരും. അതിനുള്ളിൽ ഞങ്ങൾക്ക് മാക്സിമം പേരെ എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ഇത്തരത്തിലുള്ള സങ്കടത്തോടു കൂടിയാണ്, ഇത്തരത്തിലുള്ള വിഷമത്തോടു കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. അവരുടെ കാലാവധി കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏകദേശം ഇനിയോ 9-8 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഓരോരുത്തരുടെയും കണ്ണുകളിൽ അവരുടെ സങ്കടങ്ങളിൽ നമുക്ക് അത് കാണാനും സാധിക്കുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ്. ഈ സങ്കടമെല്ലാം സർക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണോ? കാണണ്ടേ, ഞങ്ങളുടെ സങ്കടം എനിക്കറിയൂല, പറ്റണില്ല. ഞങ്ങൾ എല്ലാവരും എല്ലാ വേദനയും സഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെങ്കിലും ഞങ്ങൾക്കൊരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരമാവധി നിയമനം നൽകണം. ഞങ്ങളുടെ ലിസ്റ്റിന് ഇനി 12 ദിവസം ഒക്കെ ഉള്ളൂ. അറിയൂല, പറ്റുന്നില്ല. എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിന് പോലും മനസ്സിലാവുന്നുണ്ട് അവസ്ഥ. എൻ്റെ കുഞ്ഞിന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുഞ്ഞ് പറയുന്നുണ്ട്, അമ്മ പോരാ, പട്ടിണിയാണോ എന്ന് ചോദിച്ചിട്ട്. ആ കുഞ്ഞിന് പോലും അത്രയും തോന്നുന്നുണ്ടല്ലോ. ഇവർക്ക് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നും തോന്നാത്തത്? എന്തുമാത്രം കഷ്ടപ്പാട് നയിച്ചാൽ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. 2022 തുടങ്ങിയതല്ല, 25-ലെത്തി. ഇനിയും ഞങ്ങൾക്ക് ഒന്നും കിട്ടാണ്ട് ഇവിടുന്ന് മടങ്ങേണ്ടി വരുന്നത് പറ്റൂല. കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിനുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്കും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് രോഹിണി പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ
സർക്കാരിൻ്റെ അധികാരികൾ, ഭരണകൂടത്തിൻ്റെ അധികാരികളൊക്കെ തന്നെ ഇത് കണ്ടില്ലെങ്കിൽ അവർ എന്തു കാഴ്ചയാണ് ഇനി കേരള സമൂഹത്തിൽ അവർക്ക് കാണാനുള്ളത് എന്നതാണ് നമുക്കും ചോദിക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഉദ്യോഗാർത്ഥി നിറഞ്ഞ കണ്ണീരോടുകൂടി തന്നെ ആ കുട്ടി പറയുന്ന വാക്കുകളുണ്ട്. കാരണം 3 വയസ്സായ ആ കുഞ്ഞിന് പോലും മനസ്സിലാകുന്നുണ്ട് അമ്മ അനുഭവിക്കുന്ന വേദന എത്രമാത്രമാണ്, അമ്മ ഈ ജോലിക്ക് വേണ്ടി അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എത്രയാണ് എന്ന ആ കുട്ടിക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സർക്കാരിന് മനസ്സിലാകുന്നില്ലേ എന്നതാണ് ആ ഉദ്യോഗാർത്ഥി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കഷ്ടപ്പാടും വേദനയും അനുഭവിച്ച് ഇപ്പോഴും സമരത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. അവർ ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. എന്തിനാണ് ഈ അനീതി, എവിടെയാണ് തുല്യനീതി എന്നതാണ് ഇതിൽ പ്രധാനമായും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് എവിടെയാണ് ഇതിൽ നീതിയുള്ളത്, എവിടെയാണ് ഇതിൽ തുല്യനീതിയുള്ളത് എന്ന ചോദ്യം മാത്രമാണ് ഈ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. കേരളത്തിൻ്റെ സുരക്ഷ ഒരുക്കാൻ, കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി ഉള്ള സർക്കാരാണെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു ഭരണകൂടമാണ്. ഇപ്പോഴും ഈ സ്ത്രീകളെ കാണുന്നില്ല. ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസിൽ വനിതാ അംഗങ്ങളുടെ കുറവുണ്ട് എന്ന് ആവർത്തിച്ച് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറയുമ്പോഴും ആ ജോലിയിലേക്കായി ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികളെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ നമ്മളോട് സംസാരിച്ച ഉദ്യോഗാർത്ഥികളൊക്കെ പറഞ്ഞത് സമരവുമായി മുന്നോട്ട് പോകും, ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ പ്ലക്കാർഡ് പോലെ തന്നെയാണ് അവരുടെ ചോദ്യവുമായി അവശേഷിക്കുന്നത്. എവിടെയാണ് തുല്യനീതി എന്ന് ഈ സർക്കാരിനോട് ചോദിക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. രോഹിണി. ശരി അഖിൽ. CPO വനിതാ ബറ്റാലിയൻ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ കല്ല് ഉപ്പിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുകയും ഇന്ന് മുട്ടിലിഴഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.